കാറ്റ് പഠിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇന്നത്തെ ജോലിക്ക് എന്നത് ഈ ഘട്ടത്തിൽ പറഞ്ഞതുപോലെ പുഴയിലെ അടിയൊഴുക്കിന്റെ കണക്ക് പരിശോധിച്ചാൽ അത് എന്താണ് 6-8 റേഞ്ചിലായിരുന്നു. 6-8 നോട്ട്സ് ആയിരുന്നു. അപ്പോൾ അത് 2-3 കുറയണം. പെരുമഴയത്ത് എങ്ങനെ സാധ്യമാകുമെന്ന് അറിയില്ല. അങ്ങനെ കുറഞ്ഞാൽ മാത്രമേ നാവികസേന അംഗങ്ങൾക്ക് അതിലേക്ക് ഇറങ്ങി പരിശോധന നടത്താൻ കഴിയൂ. ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ കൂടി വരുന്നുണ്ട്. അവിടെ ഈ മണ്ണ് നീക്കം ചെയ്യുന്നത് രാവിലെ കാണുമ്പോൾ തന്നെ ഭയം തോന്നുന്ന രുദ്രയായി രൗദ്രഭാവത്തിൽ ആ പുഴ ഇങ്ങനെ ആർത്തലച്ച് നിൽക്കുകയാണ്. ഒരു വശത്ത് ഇങ്ങനെ ഇടിഞ്ഞു മറുവശത്തരം ആർത്തലച്ച് നിൽക്കുന്ന ഒരു പുഴ. ഒരു ഭയാനകമായ ജീവിതത്തിലെ ഒരിക്കലും മാറ്റാത്ത ഒരു അനുഭവമായിരുന്നു രാത്രി ഉണ്ടായത്. ഒരു ഭയാനകമായ കടയിൽ നിന്നും രക്ഷാദൗത്യം തുടരുകയാണ്. ഒരു കാര്യം പറയാം, ഈ ദിവസങ്ങളിൽ 24/7 റൗണ്ട് ദ ക്ലോക്ക് ഈ സംവിധാനങ്ങൾ വർക്ക് ചെയ്യുന്നു. ഒരു SP, ഒരു കാർവോ SPക്ക് ഒന്നും അങ്ങനെ രാത്രി മുഴുവനോടൊന്നും മേൽനോട്ടം വഹിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ കാർവോ SP പി നാരായണ ഇന്നലെ രാത്രി മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. ഈ കൊടിയ മഴയിലാണ് അതിനകത്ത് ഒരു ചെറിയ ഷെഡ് മാത്രമാണ് ചെറിയ പൊക്കലുകളാണ് നമുക്കുണ്ട്. അതിന്റെ ഒരു വലിയ രൂപം എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പക്ഷേ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നദിയുടെ വല്ലാത്ത അവസ്ഥ കാണുമ്പോൾ ഇത്തരത്തിൽ ഒരു പന്തോണോ അല്ലെങ്കിൽ പോക്കിംഗ് ബ്രിഡ്ജോ അല്ലെങ്കിൽ ഈ പറയുന്ന സംവിധാനങ്ങളെ ഈ പറയുന്ന എന്ന കൂടെയുള്ള